ഓരോന്ന് പഠിപ്പിച്ചോളൂ. ഒരു പേര് വിളിച്ചു ടോക്കിയോ ഇൻഫ്ലുവൻസറിനെ കിട്ടിയെന്നൊക്കെ തുറക്കുക. ഞാനിപ്പോ പാലാരിവട്ടത്തുണ്ട്. 1.5 വർഷം മുമ്പ് ഞാനിവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്യാൻ വരുമ്പോ ഇങ്ങനെ നടന്ന് ഇവിടെയൊക്കെ പോവായിരുന്നു. ഇപ്പൊ ഞാൻ എറണാകുളത്തൊരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോ വെറുതെ ആവശ്യം ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ചുമ്മാ കണ്ട് വന്ന സ്ഥലത്തും പോയടത്തും ഒക്കെ ഇങ്ങനെ നടക്കാന്ന് വെച്ചു. അങ്ങനെ ഞാൻ ആദ്യം പോയത് ലുലു മോളിലാണ്. ലുലു മോളിൽ വേണ്ടത്തുണ്ട് ഇപ്പൊ. പക്ഷെ തുടക്കത്തില് നെതർലൻഡിലൊക്കെ വന്നിട്ട് കുട്ടി പൈസയൊക്കെ കിട്ടുന്ന സമയത്ത് ലുലു മോളിലൊക്കെ വന്നിങ്ങനെ നടന്ന് എന്തെങ്കിലും സങ്കടമൊക്കെ ഉള്ളപ്പോഴൊക്കെ ലുലു മോളായിരുന്നു എൻ്റെ തെറപ്പി പ്ലേസ്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി എല്ലാ ഫ്ലോറും നടന്ന് ഒന്നും മേടിച്ചൊന്നുമില്ല, ഫുഡ് കഴിച്ചു, ഇങ്ങനെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് വേറൊരു കടയിലേക്ക് പോവാ. ഇപ്പൊ അതൊരു പുതിയ കടയാ, പക്ഷെ നല്ലൊരു സ്റ്റോറാ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. നല്ല ചൂടുണ്ട് കേട്ടോ, ചൂടിന് ഒരു കുറവുമില്ല, നല്ല ചൂടുണ്ട്. അപ്പൊ ആ കടയിലോട്ട് പോയിട്ട് വരാം. ഞാൻ ഈ മെട്രോ ടിക്കറ്റൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്ക. പണ്ട് എന്നും മെട്രോയിൽ തന്നെ വെറുതെ ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ഈ മെട്രോ ടിക്കറ്റൊക്കെ സൂക്ഷിച്ച് കളയാൻ തോന്നുന്നില്ല. ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടാണ് ആ കട വന്നത്. ഞാൻ നോക്കട്ടെ എത്താറായോ ഇല്ലേ എന്ന് നോക്കട്ടെ. കണ്ടു കേട്ടോ കട കണ്ടുപിടിച്ചു. എന്താ വെയിലാണ്. മുടിയൊക്കെ അഴിച്ചിട്ട് സെറ്റായിട്ട് ഇറങ്ങിയതാ, ഒന്നിനും വയ്യ അമ്മേ. അപ്പൊ ഇതെന്നറിയോ, ഡൈക്കട്ട് സ്മാർക്ക് എന്നാണ് പേര്. ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ, എൻ്റെ കയ്യിൽ മൈക്ക് സാധനമൊന്നുമില്ല. ഓക്കെ, ഡൈക്കട്ട് സ്മാർക്ക് എന്നാണ് പേര്. ഡൈക്കട്ട് സ്മാർട്ട് എന്നാണ് പേര്. അപ്പൊ അതെന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ കിട്ടുന്ന കടയാണ്. ഞാൻ ഈ മെട്രോ ലുലുവിൽ നിന്നപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് ഈ സ്റ്റോറി അയച്ചു തന്നു, എറണാകുളത്തല്ലേന്ന്, പോയിട്ട് വരാൻ ഈ കടയിൽ. അപ്പൊ ഞാൻ നോക്കിയിട്ട് സംഭവം ഇഷ്ടമായി, അങ്ങനെ പോവാന്ന് വെച്ചു. പോവാ.